അഞ്ജലി എന്തിനാ നിന്റെ ഫോൺ എടുക്കുന്നേ? ആ അതാണ്, എനിക്കെന്തിനാ ഇവന്റെ ഫോൺ? ഇത് അഞ്ജലിന്റെ ഫോണല്ലേ, തിരിച്ചു കൊടുക്ക. നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട, എന്ത് വേണമെന്ന് എനിക്കറിയാം. അവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഭ്രാന്ത് അല്ല എന്താ? എന്നോടുള്ള പെരുമാറ്റം റോഷൻ കണ്ടല്ലോ, ഇങ്ങനെ തന്നെ എന്നും. ഇവിടുന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാ മതിയായിരുന്നു. കരയാതെ, നാളെ രാത്രി നമ്മൾ ദുബായിക്ക് പോവല്ലേ, അതുവരെ ഒന്ന് ക്ഷമിക്കേ. അവന്റെ ഫോൺ കാണാതായോ? ആരായിരിക്കും എടുത്തത്? പോകുന്ന പോക്കില് പ്രേമായിരിക്കോ? എന്തായാലും രക്ഷപ്പെട്ടു. ഹലോ, കലാവതി ആൻറ്റി. ഞാൻ രാഹുല, അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചതാ. തന്റെ ഫോൺ എവിടെ? എന്റെ ഫോൺ കാണാനില്ല. കാണുന്നില്ലെന്നോ? അതെ, മുറിയിൽ വെച്ചിട്ട് പോയതാ. തിരിച്ചു വന്നപ്പോ ഫോൺ ഇവിടെ കാണാനില്ല. ആ, എങ്കിൽ ആ ഫോൺ അഞ്ജലി എടുത്ത് നശിപ്പിച്ചു കാണും. അവൾക്കും പ്രേമിനും എതിരെയുള്ള തെളിവ് അതിലുണ്ടല്ലോ. അഞ്ജലി ഫോൺ എടുത്ത് നശിപ്പിച്ചു, പക്ഷെ അവളത് സമ്മതിക്കുന്നില്ല. തെളിവൊക്കെ അതിനകത്താ. ഇനി എന്ത് ചെയ്യും കീർത്തി? എന്റെ മണ്ട, എന്റെ ഫോണിലും ആ വീഡിയോ ഉണ്ട്. താൻ എന്താ അത് മറന്നോ? ആശ്വാസം. എനിക്കറിയാം എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അതുകൊണ്ടാ ഞാനത് എന്റെ ഫോണിൽ സേവ് ചെയ്തത്. പ്രേംരാജ് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി. ഞാൻ കൈയോടെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. അവനിപ്പോ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലുണ്ട്. അത് നന്നായി. താൻ ആള് കൊള്ളാലോ. കാര്യങ്ങളൊക്കെ താൻ കൂടെ ഉണ്ടെങ്കിലേ നടക്കുന്നുള്ള ചിന്തയൊക്കെ മാറിയല്ലോ. ഓ, അഞ്ജലിയെ പോലീസ് അറസ്റ്റ് ചെയ്യും. അതിനു മുമ്പ് ആ വീഡിയോ കാണിച്ചെല്ലാം പറയണം. അല്ലെങ്കിൽ അവളെ രക്ഷിക്കാൻ ഏട്ടൻ ശ്രമിക്കും. നിരപരാധിയാന്ന് ഏട്ടനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു മിടുക്ക് അവക്കുണ്ട്. ഞാൻ കൂടെ ഉണ്ടെങ്കിലേ എല്ലാ കാര്യവും നടക്കൂ എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. പക്ഷെ ഇക്കാര്യം നടക്കണമെങ്കിൽ ഞാൻ കൂടെ വേണം. കാരണം തെളിവ് എന്റെ കയ്യിലാണ്. ഞാൻ പറഞ്ഞ് പിൻവലിച്ചു. നീ ആ വീഡിയോ അമ്മയുടെ ഈ ഫോണിലേക്ക് ഒന്ന് അയക്കേ. ആ, അത് വേണ്ട. ഞാൻ നാളെ അത് രാവിലെ വരാം. തെളിവ് എല്ലാവരെയും കാണിക്കാം. നാളെ അഞ്ജലി ആ വീടിന്റെ പടി ഇറങ്ങുന്ന ദിവസം അവൻ ജയിലിൽ പോവും. റോഷൻ സാറിന്റെ ജീവിതത്തിൽ നിന്നും അവൾ ഇറക്കി വിടപ്പെടും. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്താറായിരിക്കുന്നു രാഹുൽ. സന്തോഷത്തോടെ മനസമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ് രാഹുൽ. താൻ രാവിലെ തന്നെ വരണം. ഗുഡ് നൈറ്റ്. ഞാൻ വരും രാഹുൽ. ഒന്നും മറന്നു പോലെ മോളെ, എല്ലാം എടുത്തു വെക്കണം. ഒന്നും മറക്കില്ല. കൊണ്ടുപോകേണ്ടതിന്റെയൊക്കെ ലിസ്റ്റ് മനസ്സിലുണ്ട്. വലിയ സന്തോഷത്തിലാണല്ലോ അഞ്ജലി. സന്തോഷം ഇല്ലാതിരിക്കും അമ്മേ. ആദ്യമായിട്ടല്ലേ ദുബായ് പോകുന്നേ, അതും ഭർത്താവിന്റെ കൂടെ ആവുമ്പോ ഇരട്ടി സന്തോഷം. നിന്നെ കൂടെ കൊണ്ടുപോകുന്നത് നല്ലത് തന്നെയാ. അവിടുത്തെ കാര്യങ്ങളിൽ റോഷനെ സഹായിക്കാൻ ഒരാളായല്ലോ. പിന്നെ രണ്ടുപേരും അകന്നു നിൽക്കുന്നു എന്ന സങ്കടവും വേണ്ട. രാത്രിയിലെ ഫ്ലൈറ്റ് താൻ ഇപ്പോഴേ റെഡിയായോ? അയ്യോ, റെഡി ആയിട്ടൊന്നുമില്ല. എല്ലായിടത്തും പാക്ക് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. അഞ്ജലിക്ക് പെട്ടെന്ന് തന്നെ ദുബായിലെത്തിയാ മതിയെന്നേ ഉള്ളൂ. ഭയങ്കര ത്രില്ലിലാ അവള്. ഞാനും അതെ. ദുബായിൽ നിന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് ഞാനും നിന്റെ അച്ഛനും ഒക്കെ വരും. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടത്തണം. ഉദ്ഘാടനം ഉടനെ തന്നെ ഉണ്ടാവും. നിങ്ങൾ അങ്ങോട്ട് വരേണ്ടതില്ല. ഉദ്ഘാടനത്തിന് മുൻപേ ഇവന്റെ ഡെഡ് ബോഡി ഞാൻ നാട്ടിലെത്തിക്കും. ആ, രണ്ടുപേരും വാ, ഭക്ഷണം കഴിക്കാം. ഇന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. കുറച്ച് കഴിയട്ടമ്മ. നിങ്ങളുടെ ഇഷ്ടം.
നമുക്കിപ്പൊ തന്നെ ഇറങ്ങിയാലോ? ഒന്ന് വീട് വരെ പോവാം. അമ്മയ്ക്കൊപ്പം കുറച്ചു നേരം ചെലവഴിച്ചതിന് ശേഷം നമുക്ക് രാത്രി എയർപോർട്ടിലേക്ക് പോവാം. അത് വേണോ? പോകാന്ന്. അമ്മയൊന്ന് കാണണം. അഞ്ജലി ഒന്നിങ്ങ് വന്നേ. ആ ദാ വരുന്നു. ഇപ്പൊ വരാവേ. ഹലോ റോഷൻ, ഞാൻ കമലേഷാണ്. ദേവിക ഇപ്പൊ ഹോസ്പിറ്റലാണ്. അവക്ക് ചെറിയൊരു അപകടം പറ്റി. എപ്പോ? അത് പറയാം, നീ പെട്ടെന്ന് വാ. ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. രാഹുൽ, പോലീസ് എത്തിയോ? അഞ്ജലി അറസ്റ്റ് ചെയ്തോ? ഇല്ല, ഏത് നിമിഷവും പോലീസ് വരാം, അറസ്റ്റ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ പിടിച്ച വീഡിയോ വീട്ടിലുള്ളവർ കാണിക്കണം. ഏട്ടനെ കാണിക്കണം, സത്യം എല്ലാവരും അറിയിക്കണം. അഞ്ജലി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവളുടെ കഴുത്തില് ഏട്ടൻ കിട്ടിയ താലും ഉണ്ടാവാൻ പാടില്ല. അതെന്റെ വാശിയാ. ഇന്നത്തോടെ അവളുമായുള്ള എല്ലാ ബന്ധവും അവസാനിക്കണം. വീഡിയോ കാണുന്നതോടെ ഒക്കെ അവസാനിക്കും. റോഷൻ സാറിന്റെ വക എന്തൊക്കെ ശിക്ഷയായിരിക്കും ഉണ്ടാവുന്നതെന്ന് കണ്ടറിയണം. എന്റെ ഫോൺ നശിപ്പിച്ച ഒക്കെ നശിച്ചു എന്നാ ആ വീട്ടിൽ കരുതിയിരിക്കുന്ന. ഇനി സമയം കളയരുത് കീർത്തി, ഒക്കെ പെട്ടെന്ന് തന്നെ വേണം. വീഡിയോ നിന്റെ ഫോണിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇല്ലാതെ, തന്നെ പോലെ ശ്രദ്ധക്കുറവില്ല എനിക്ക്. ഒരു നിധി പോലെയാ ഞാൻ ഈ തെളിവ് സൂക്ഷിച്ചത്. കാണിക്ക്. എല്ലാം പറഞ്ഞതിന് ശേഷം തെളിവ് കാണിക്കാൻ നോക്കുമ്പോ അതില്ലെങ്കിൽ അവക്ക് രക്ഷപ്പെടാതെ മതിയല്ലോ. ഇനി അവൾക്ക് രക്ഷയില്ല രാഹുൽ, താൻ കാണും. കാണും. ഇപ്പൊ വിശ്വാസമായല്ലോ. ഈ ബോംബിടാ സമയേ അഞ്ജലി ചിതറിത്തെറിക്കുന്ന എനിക്ക് കാണണം. ഹലോ കമലേഷ്. ഹലോ റോഷൻ, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ ദേ ഹോസ്പിറ്റലിലേക്ക് വരിക. ട്രാഫിക് ബ്ലോക്ക് പെട്ടുപോയി, അതാ ലേറ്റ് ആവുന്നത്. ദേവിയൊക്കെ ഓർമ്മ തിരികെ കിട്ടി. അവക്ക് നിന്നെ കാണണമെന്ന് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടത്രേ. നീ പെട്ടെന്ന് വരാൻ നോക്ക്. ദേ ഞാനിതാ എത്തി. ഒരു 5 മിനിറ്റ്. ഓക്കെ. മുത്തശ്ശ, ഏട്ടനോടെ? ഇവിടെ ഇല്ല. ഇന്നും മുങ്ങിയോ? എല്ലാ തെളിവുകളും റോഷൻ സാറിന് ഇന്നലെ രാത്രി കാണിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ നടന്നില്ല. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. തെളിവ് നശിപ്പിക്കാനായി അഞ്ജലി എന്റെ ഫോൺ എടുത്ത് ഒളിപ്പിച്ചു. ഇനി നശിപ്പിച്ചോന്ന് ആർക്കറിയാം? എന്റെ ഫോണിലും തെളിവുണ്ടെന്ന് ആ മണ്ടിക്ക് അറിയില്ലല്ലോ. ഏഷ്യാത്തെ ബ്ലാക്ക്മെയിൽ തന്ത്രം അവൾ ഉപയോഗിച്ചിരുന്നു. അതിനാൽ നമ്മൾ ഭയന്ന് പിന്മാറിയെന്ന് അവൾ കരുതിയെന്ന് തോന്നുന്നു. ഇനിയും വൈകിക്കണ്ട, റോഷൻ സാർ വരട്ടെ. നമുക്കിപ്പൊ തന്നെ തെളിവുകൾ രവീന്ദ്രൻ സാറിനെയും കലാവതി ആന്റിയെയും കാണിക്കാം. അനുപമയിളമേ വേണം. അവരാണല്ലോ ഈ അവതാരത്തെ ഇവിടെ എത്തിച്ചത്. അത് വേണോ മക്കളെ? ഒന്നുകൂടി ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്നത്തോടെ അഞ്ജലിയുടെ കഥ തീരും. ഈ യാത്ര ഫിനിഷിംഗ് പോയിന്റിൽ എത്താനാ ഞങ്ങൾ രണ്ടുപേരും ഓടിയത്.
ഏത് ഫിനിഷിംഗ് പോയിന്റിന്റെ കാര്യമായി പറയുന്നത്? റോഷൻ സാറിന്റെയും അഞ്ജലിയുടെയും വിവാഹ ജീവിതം ഇന്ന് അവസാനിക്കും. അത് തന്നെ ഫിനിഷിംഗ് പോയിന്റ്. എടി, രണ്ടുപേരും ഇനി അടങ്ങിയിട്ടില്ലല്ലേ? ഇന്നടങ്ങും. ഓട്ടോ ഇന്ന് അവസാനിക്കും. അഞ്ജലി ഒരു ഫ്രോഡാണ്. അതുകൊണ്ട് തന്നെ റോഷൻ സാറുമായി ഒന്നിക്കാൻ പാടില്ലെന്ന് ഞാൻ വാശി പിടിച്ചു. പക്ഷെ നിങ്ങൾ ആരും അത് വിശ്വസിച്ചില്ല. ഞങ്ങൾ തോറ്റുപോയി. അങ്ങനെ തോറ്റു പിന്മാറാൻ ഞങ്ങൾ ഒരുക്കായിരുന്നില്ല. കാരണം എന്റെ ഏട്ടന്റെ ജീവിതം വെച്ചാ അവൾ കളിച്ചത്. എന്റെ ഏട്ടന്റെ ജീവിതത്തിൽ നിന്ന് അവളെ അടർത്തി മാറ്റണമായിരുന്നു. അതിന് പ്രേംരാജുമായുള്ള അഞ്ജലിയുടെ വഴിവിട്ട ബന്ധം തെളിവ് സഹിതം സ്ഥാപിക്കണമായിരുന്നു. നിർത്തടാ. പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. വിവേകമില്ലാത്തതുകൊണ്ട് നിങ്ങളത് വിശ്വസിച്ചില്ല. ഞങ്ങളെക്കാൾ നിങ്ങൾക്കൊക്കെ വിശ്വാസം അഞ്ജലിയായിരുന്നു. ഒരു തെളിവില്ലാതെ നിങ്ങളിങ്ങനെ. തെളിവുണ്ടല്ലോ അമ്മേ. ദാ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണും. എല്ലാവരും ഇത് കാണും. എന്താ ഞാൻ ഈ കാണുന്നത്? സത്യം. ഞാൻ മുമ്പേ പറഞ്ഞ സത്യം. വളരെ തന്ത്രപരമായി രണ്ടുപേരെ ഞങ്ങൾ റിസോർട്ടിലെത്തിച്ചു. അവിടെ വെച്ച് ഷൂട്ട് ചെയ്തതായിരുന്നു. അവര് തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്ന് ഇനിയും പറഞ്ഞു തരണോ ഇളമയ്ക്ക്? ഇതിൽ പരം തെളിവ് എന്തെങ്കിലും വേണം. എന്റെ മോനെ, അവള് ചതിക്കായിരുന്നല്ലേ? വിടില്ല ഞാൻ അവളെ. ഇനി ഒരു നിമിഷം പോലും അഞ്ജലി ഇവിടെ നിൽക്കരുത്. പിടിച്ച് പുറത്താക്കണം അവളെ. കലാവതി, അവിടെ നിൽക്ക്. അഞ്ജലിയുടെ കഴുത്തിൽ താലി കിട്ടിയത് റോഷനാ. അവൻ വരട്ടെ, തീരുമാനം അവനെടുക്കട്ടെ. റോഷൻ തന്നെ അവളെ പിടിച്ച് പുറത്താക്കട്ടെ. ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. താൻ മയക്കത്തുനിന്ന് ഉണരാത്ത ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഓക്കെ. തലയ്ക്ക് സൈഡിൽ മുറിവുണ്ട്. വേറൊരു കുഴപ്പമില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് പോകാമെന്ന് കരുതണ്ട. കുറച്ചു ദിവസം ഇവിടെ കിടക്കണം. എന്റെ ഫോൺ എവിടെയാ ഡോക്ടർ? ഉണർന്ന ഉടനെ ഫോണാണോ ചോദിക്കുന്നേ? അതാണോ ഏറ്റവും പ്രിയപ്പെട്ടത്? എനിക്ക് അത്യാവശ്യം ഒരാളെ വിളിക്കാനുണ്ടായിരുന്നു. ഫോണിൽ കൂടുതൽ നേരം സംസാരിക്കരുത്. ഇല്ല ഡോക്ടർ. എങ്ങനെയുണ്ട് ഡോക്ടർ ദേവിക്ക്? കുഴപ്പമൊന്നുമില്ല. ബോധമൊക്കെ വന്നു. ഇപ്പൊ സ്മാർട്ടായിരിക്കുന്നു. തലയിലൊരു മുറിവുണ്ട്. അത് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല കമലേഷ്. താങ്ക് യു ഡോക്ടർ. ദേവിക ഫോൺ ആവശ്യപ്പെട്ടിരുന്നു. അവൾക്കാരെയോ അത്യാവശ്യമായി വിളിക്കണമെന്ന് പറഞ്ഞു. 2 ദിവസം അവൾ ഇവിടെ കിടക്കട്ടെ, എന്നിട്ട് വീട്ടിലേക്ക് പോവാം. പൂർണ്ണമായിട്ട് സുഖമായിട്ടേ ഞാൻ അവളെ കൊണ്ടുപോകൂ. താങ്ക്സ് ഡോക്ടർ. ഓക്കെ കമലേഷ്, കാണാം. ഏട്ടനല്ലേ പറഞ്ഞത് റോഷൻ വരുമെന്ന്? കാണുന്നില്ലല്ലോ. ഞാൻ വിളിച്ചോളാം റോഷനെ. റോഷൻ വരുമെന്ന് പറഞ്ഞതിനാലാ ഞാൻ വിളിക്കാതിരുന്നേ. അവൻ വരും. എന്താ നിനക്ക് അവനോട് പറയാനുള്ളത്? എന്തിനാ ഇത്ര ടെൻഷൻ? ദേവിക, ദാ വന്നല്ലോ. നിന്നെ കാണാത്ത ടെൻഷനിലായിരുന്നു ദേവിക. ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല റോഷൻ. തലയിലൊരു മുറിവ്, വേറെ കുഴപ്പമൊന്നുമില്ല. ബോധമില്ലെന്നല്ലേ കമലേഷ് പറഞ്ഞ്? ഞാൻ പേടിച്ചുപോയി. ഇവിടെ കൊണ്ടുവന്നപ്പോ ബോധമില്ലായിരുന്നു. കൂടുതലൊന്നും സംഭവിക്കാത്ത ഭാഗ്യം.
ശ്രദ്ധിക്കണ്ടേ ദേവികെ? എല്ലാ കാര്യത്തിലും ദേവിയൊരു ശ്രദ്ധക്കുറവുണ്ട്. നീയല്ലേ പറഞ്ഞത് റോഷനോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന്? എന്നിട്ടെന്താ നീയൊന്നും മിണ്ടാതിരിക്കുന്നത്? എന്താ ദേവികെ? ഈ മെഡിസിൻ ഒന്ന് വാങ്ങിയിട്ട് വരണം. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും. എന്താ ദേവികെ? എന്താ നിനക്ക് പറയാനുള്ളത്? രാഹുലും കീർത്തിയും റോഷനോട് പറഞ്ഞത് സത്യ. ഞാനത് നേരിട്ട് കണ്ടു. അഞ്ജലി റോഷനെ ചതിക്കുക. എന്റെ പേഴ്സണൽ ലൈഫിൽ മറ്റുള്ളവർ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്നത് എന്തായാലും ഞാനത് വെട്ടിമാറ്റും. ഞാൻ എന്താഗ്രഹിച്ചാലും അത് നേടിയിരിക്കും. ഇവിടെ ഞാൻ നേടും. റോഷൻ അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഞാൻ ആഗ്രഹിച്ചത് പോലൊക്കെ നടന്നിരിക്കും. നീ കണ്ടതും കേട്ടതും ഒക്കെ പറയാൻ നിനക്ക് കഴിയില്ല. എന്താ എല്ലാവർക്കും ഒരു മൂഡ് ഓഫ് പോലെ? എന്ത് മൂഡ് ഓഫ്? സന്തോഷത്തിലാ ഞങ്ങളൊക്കെ. രക്ഷപ്പെട്ടതിന്റെ സന്തോഷം. ഞാനും സന്തോഷത്തിലാ. റോഷൻ എന്നെ ദുബായിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞില്ലേ, അതിന്റെ സന്തോഷം. നിന്നെ ദുബായിലേക്ക് അല്ലടി കൊണ്ടുപോകുന്നത്. റോഷൻ വരട്ടെ, എവിടേക്കാ കൊണ്ടുപോകുന്നെന്ന് അപ്പ അറിയാം. വഞ്ചകി. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സംസാരിക്കല്ല, നിന്റെ അണപ്പല്ലടിച്ച് തെറിപ്പിക്കാ വേണ്ടത്. എന്തിനായിരുന്നു അഞ്ജലി ഇതൊക്കെ? എന്ത് മറിമായ ഇവിടെ സംഭവിച്ചെന്നാണ് ആലോചിക്കുന്നത്. എങ്കിൽ കേട്ടോ, സത്യം എല്ലാവരും അറിഞ്ഞു. നിന്റെയും പ്രേംരാജിന്റെയും വീഡിയോ ഇവരൊക്കെ കാണിച്ചു. എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു. റോഷൻ സാറിനെയും കാത്തിരിക്കുക ഞങ്ങള്. അദ്ദേഹം തന്നെ നിന്റെ വിധി പറയട്ടെ. ആ വീഡിയോ ഒരു കള്ളത്തെളിവാണ്. വേണ്ട, ഇനി നീ എല്ലാവരെയും വിഡികളാക്കണ്ട. എല്ലാം എല്ലാവരും മനസ്സിലാക്കിയ അഞ്ജലി. ഒരു തുടർക്കഥയിൽ എന്ന പോലെയായിരുന്നു നിന്റെ ചെയ്തികൾ. എന്റെ ഏട്ടനെ കൊന്ന് സ്വത്ത് തട്ടിയെടുക്കാൻ നീയും പ്രേംരാജും ചേർന്നൊരുക്കിയ നാടകമായിരുന്നു ഈ വിവാഹം. റിസോർട്ടിൽ വെച്ച് റോഷൻ സാറിനെ കൊല്ലാൻ ശ്രമിച്ചത് നീയും പ്രേംരാജും തന്നെയാണ്. പക്ഷേ തെളിവൊന്നും ഉണ്ടായില്ല. നിങ്ങൾ രക്ഷപ്പെട്ടു. രാഹുലിനെ കൊടുക്കാനായി ബാഗിൽ മയക്കുമരുന്ന് വെച്ചതും ഇവളാ. പ്രേംരാജും ബിജു എന്ന അവന്റെ ഫ്രണ്ടും ആയിരുന്നു അതിനു പിന്നിൽ. രണ്ടിനെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരിക്കുക ഞങ്ങള്. കള്ളമാണ് ഇവരീ പറയുന്നത്. തെളിവുണ്ട് ഞങ്ങളുടെ കയ്യില്. ദാ കാണ. എടി, എന്റെ മക്കളെ ഇല്ലാതാക്കാനാ നീ ഇങ്ങോട്ട് വന്നല്ലേ? പറയടി, പറയാൻ. കലാവതി വിട്. കൊല്ലണോ ഇവളെ? മോനെ, ഇവള് വിടെന്നെ. റോഷൻ, ഞാൻ പറഞ്ഞില്ലേ ഇവര് കുറ്റം എന്റെ തലയിൽ ഇടുമെന്ന്. റോഷൻ ഇല്ലാത്ത സമയത്ത് എല്ലാവരും ചേർന്ന് എന്നെ വലിച്ചു കയറുമായിരുന്നു.
പണ്ട് പറഞ്ഞു തന്നെ ഇവരിപ്പോഴും പറയുന്നു. ഞാനും പ്രേമും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടത്ര. പിന്നെ രാഹുലിന്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചത് ഞാനാണെന്ന്. ഇവള് നമ്മളെ ചതിക്കായിരുന്നു റോഷൻ. നിന്നെ കൊന്ന് സ്വത്തുവകകൾ തട്ടിയെടുക്കുകയായിരുന്നു ഇവളുടെയും പ്രേംരാജിന്റെയും ലക്ഷ്യം. പ്രേംരാജു ഇവളും തമ്മിൽ ബന്ധമുണ്ട്. രാഹുലിനെ മയക്കുമരുന്ന് കേസിൽ ചതിച്ചതും ഇവള് തന്നെ. എല്ലാത്തിനും തെളിവുണ്ട് ഞങ്ങളുടെ കയ്യിൽ, വീഡിയോ ഉണ്ട്. ഏട്ടനത് കാണിക്കാം. കീർത്തി, വേണ്ട, എനിക്കൊന്നും കാണണ്ട. കണ്ടല്ലോ, റോഷൻ ഇതൊന്നും വിശ്വസിക്കില്ല. റോഷൻ എന്നെ അറിയാം. എന്തിനാ രാഹുൽ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നെന്ന് അറിയോ നിങ്ങക്ക്? ഒരു ദിവസം മദ്യം വെച്ച് ലക്ക കിട്ടി ഇവനെന്നെ. കൂടുതൽ പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ?